എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായും ഇരിക്കുന്നല്ലോ. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. വെറും 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഒരുപാട് രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയില്ല. പക്ഷേ ആരോഗ്യത്തിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു റെസിപ്പിയാണ്. ഈ നോമ്പുകാലത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. അതിനായിട്ട് അടുപ്പത്തേക്ക് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 5-8 കൊച്ചുള്ളി, 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയാണ്. ഞാൻ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്തുമാത്രം മുരിങ്ങയില ആവശ്യമാണോ അത് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാവുന്നതാണ്. മുരിങ്ങയില നല്ലതായിട്ട് വെന്ത് വരുന്നിടം വരെ ഇതിനെ അടച്ചു വെച്ച് വേവിക്കേണ്ടോ. നല്ലതായിട്ട് കഞ്ഞിവെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. മുരിങ്ങയിലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുരിങ്ങയില സൂപ്പം തന്നെ പറയാം. ശരീരത്തിന് ഒരുപാട് ആരോഗ്യം തരുന്ന ഒന്ന് തന്നെയാണ് കഞ്ഞിവെള്ളമായാലും മുരിങ്ങയിലയായാലും. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ചോറിൻ്റെ കൂടെ ഈ ഒരു മുരിങ്ങയില സൂപ്പ് അല്ലെങ്കിൽ മുരിങ്ങയില താളിപ്പെന്നായിരുന്നു പറയുന്നത്. ഞാനിതിൻ്റെ കൂടെ പപ്പടവും കാച്ചിട്ടുണ്ടായിരുന്നു. ഉണക്കമുളകും വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ മീൻകറി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ തോരനൊന്നും തയ്യാറാക്കിയിട്ടില്ല. ഇനിയും നോമ്പുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു തോരനും കൂടി ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെ കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ മുരിങ്ങയില തോരനൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ മുരിങ്ങയിലയുടെ ആ സത്തൊക്കെ ഇറങ്ങി മുരിങ്ങയില സൂപ്പ് പോലെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ ചോറിനകത്ത് ഒഴിച്ച് കൊടുക്കാമെങ്കിൽ അവർക്ക് ആ ഗുണം കിട്ടുകയും ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്കും ഭയങ്കര ഹെൽത്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ രുചികരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രുചിയെന്നൊന്നും പറയാനില്ല. പക്ഷേ ഈ പപ്പടവും അതിൻ്റെ കൂടെ ഈ കൊണ്ടാട്ടമുളകും അതുപോലെ തന്നെ ഒരു തോരനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രുചിയായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഉപരി ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.